أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് നാം പറഞ്ഞാൽ മാത്രം പോരാ, സ്വജീവിതത്തിലൂടെ അള്ളാഹുവിന്റെ ദീൻ, പ്രവാചക ജീവിതം ലോകത്തിന് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ജീവിതം കൊണ്ട് ഇസ്ലാമിന്റെ സാക്ഷ്യം നിർവഹിക്കാനാണ് അള്ളാഹു പ്രവാചകനെ അയച്ചത്. അതാണ് അള്ളാഹു പ്രവാചകന്റെ നിയോഗ ലക്ഷ്യമായി വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അഹ്സാബ് 45-46 വചനങ്ങളിലൂടെ വിശദീകരിക്കുന്നത്. തുടക്കത്തിൽ നാം പാരായണം ചെയ്തതും ആ വചനങ്ങളാണ്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദാ. ഓ പ്രവാചകരെ, നിശ്ചയം നാം നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് സാക്ഷിയായിട്ടാണ്. വ മുബശ്ശിറൻ വ നദീറാ. അതുപോലെ സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമായിട്ടാണ് പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന, നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകൻ എന്ന പ്രവാചകന്റെ ഉത്തരവാദിത്തത്തെ സൂചിപ്പിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഖുർആൻ പറയാണ്, പ്രവാചകരെ, നിശ്ചയം നാം താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് സാക്ഷിയായിട്ടാണ്. സത്യദീനിന് ജീവിതം കൊണ്ട് മാതൃകയാവുന്ന, ജീവിതം കൊണ്ട് സാക്ഷിയാവുന്ന മഹാമനീഷിയായിട്ടാണ് താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായി, അതുപോലെ പ്രകാശിക്കുന്ന വിളക്കായി. പ്രകാശിക്കുന്ന വിളക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകൻ, മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകൻ, സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകൻ. ഈ വിശേഷണങ്ങളെല്ലാം നൽകുന്നതിന്റെ മുമ്പ് പ്രാരംഭമായി ഖുർആൻ പറഞ്ഞത്, നിശ്ചയം പ്രവാചകരെ, നാം നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ഈ ദീനിന്റെ സാക്ഷിയായിട്ടാണ്. പ്രവാചകരെ, അങ്ങയുടെ ജീവിതം കൊണ്ട് ഈ ദീനിനെ പരിചയപ്പെടുത്താൻ അങ്ങക്ക് സാധ്യമാവേണ്ടതുണ്ട്. ആ പ്രവാചകൻ എങ്ങനെയാണോ ജീവിതം കൊണ്ട് ഈ ദീനിനെ പരിചയപ്പെടുത്തിയത്, അതുപോലെ ജീവിതം കൊണ്ട് ഈ ദീനിനെ സഹോദരങ്ങൾക്ക് അനുഭവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മാതൃകകൾ ഉണ്ടാക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്കും സാധ്യമാവണം. അതും ഖുർആൻ പറയുന്നുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായി, പ്രവാചകൻ ഈ ദീനിന്റെ ഉത്തമ മാതൃകയായി, പ്രവാചകൻ ഈ ദീനിന്റെ ജീവിക്കുന്ന സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരു മധ്യമ സമൂഹമാക്കി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഖുർആൻ പറയാം. സഹോദരങ്ങളെ, പ്രവാചക ജീവിതം ജനഹൃദയങ്ങളെ കീഴടക്കുകയായിരുന്നു. ജനഹൃദയങ്ങളെ കീഴടക്കിയ ആ പ്രവാചക ജീവിതം
യഥാർത്ഥത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ, റീഡ് ചെയ്യാൻ, പുനർവായന നടത്താനുള്ള വലിയ സന്ദർഭവും അവസരവുമാണ് റബീഉൽ അവ്വലുകൾ എന്ന് പറയുന്നത്. റബീഉൽ അവ്വലുകൾ മാത്രമല്ല, പക്ഷെ റബീഉൽ അവ്വൽ അതിന് നമുക്ക് കൂടുതൽ പ്രേരകവും കൂടുതൽ പ്രചോദനവുമായി മാറേണ്ടതുണ്ട്. റസൂലുള്ളാഹിന്റെ ചരിത്രം അത് തങ്കലിപികളിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ വലിയ മഹത്തുക്കൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരിൽ മുൻനിരയിൽ വായിക്കേണ്ടതാണ് പ്രവാചകന്റെ ജീവിതം. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഒരു ക്രൈസ്തവ വിശ്വാസിയും തൊയ്യ് ഗോത്രത്തിന്റെ നേതാവുമായിരുന്നു. ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധരിച്ച മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ് അദ്ദേഹം മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. പ്രവാചകൻ ഒരു യാത്ര പുറപ്പെടുമ്പോ അങ്ങേയറ്റം ക്ഷീണിച്ച ദരിദ്രയും ദുർബലയുമായ ദുർബലയുമായ ഒരു സ്ത്രീ അവരുടെ എന്തോ ഒരാവശ്യം പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയാണ്. വലിയ ആകർഷകത്വമോ വലിയ മേനിയോ ഒന്നുമില്ല. അങ്ങേയറ്റം ക്ഷീണിച്ച ഒരു സ്ത്രീയാണ്. അവരുടെ ഒരു കൈക്കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. പ്രവാചകനോട് അവര് ഒരു അത്യാവശ്യം പറയുകയാണ്. വലിയ തിരക്കിലാണ് റസൂൽ. ഒരു യാത്ര പുറപ്പെടുന്ന സന്ദർഭമാണ്, എങ്ങോട്ടോ പോവുകയാണ്. പക്ഷേ ആ തിരക്കുകൾക്കിടയിലും ആ പാവപ്പെട്ട പെണ്ണിന്റെ വാക്കുകൾ കേൾക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാതുകൾ ഒഴിഞ്ഞു വെക്കുകയാണ്. തന്റെ കർണപുടങ്ങളെ അവർക്ക് വേണ്ടി നീക്കി വെക്കുകയാണ്. ഇതൊരു അത്ഭുതമായിട്ടാണ് അദി ഇബ്നു ഹാത്തിമിന് തോന്നിയത്. തൊയ്യ് ഗോത്രത്തിന്റെ നേതാവായ ക്രൈസ്തവ വിശ്വാസിയായിരുന്ന അദി, അദ്ദേഹം കുരിശിന്റെ മാലയണിഞ്ഞാണ് വന്നിട്ടുള്ളത്. പ്രവാചകനെ കുറിച്ച് അറിയാൻ, റസൂലിനെ കുറിച്ച് തെറ്റായ ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ഒന്നറിയണം എന്ന് മനസ്സിലാക്കാനാണ് മദീനയിലേക്ക് വന്നിട്ടുള്ളത്. പ്രവാചകന്റെ ഈ പെരുമാറ്റം കണ്ടപ്പോ അത്യാകർഷകത്വം തോന്നി എന്നുള്ളതാണ്. ഇത് സാധാരണ രാജാക്കന്മാരുടെ ഒരു പെരുമാറ്റമല്ല. അതിനപ്പുറത്ത് പഠിക്കേണ്ടുന്ന ഒരു വലിയ മഹാമനീഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അന്ന് അദ്ദേഹം സഹാബിയായിരുന്നില്ല. അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ശിഷ്യനായി മാറി എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുന്ന പ്രവാചകൻ, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പ്രവാചകൻ. ഓ പ്രവാചകരെ, ലോകത്തിന് മുഴുവനും കരുണയായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. കാരുണ്യമാണ് നബി. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. എത്രയാണ് ഖുർആന്റെ പ്രശംസകൾ! റസൂലുള്ളാഹിന്റെ കാരുണ്യത്തെയാണ്, പ്രവാചകന്റെ കാരുണ്യത്തെയാണ് ഖുർആൻ വല്ലാണ്ട് ഉയർത്തി കാണിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഓ പ്രവാചകരെ, അങ്ങേ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവരോട് അങ്ങേക്ക് സൗമ്യമായിട്ട് പെരുമാറാൻ കഴിയുന്നത്. അങ്ങയുടെ ചുറ്റുമുള്ള ആളുകൾ ഉണ്ടല്ലോ, അവരങ്ങയുടെ ചുറ്റും അങ്ങയുടെ വർത്തമാനം കേൾക്കാൻ, അങ്ങയുടെ സംസാരം കേൾക്കാൻ അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവരെ അങ്ങയിലേക്ക് ആകർഷിക്കുന്ന ഘടകം അങ്ങയുടെ പെരുമാറ്റമാണ്. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക്. പ്രവാചകരെ, അങ്ങെങ്ങാനും പരുക്കൻ മനസ്സുള്ള മനുഷ്യനായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റുഭാഗത്തു നിന്നും അവരിറങ്ങിപ്പോവുമായിരുന്നു.
അതുകൊണ്ട് അങ്ങയുടെ ഈ സൽഗുണമുണ്ടല്ലോ, അങ്ങയുടെ ഈ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ സൽപെരുമാറ്റമുണ്ടല്ലോ, അതങ്ങ് എന്നും തുടരണം. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. അവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, അവർക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം, കാര്യങ്ങൾ അവരുമായിട്ട് നിങ്ങൾ കൂടിയാലോചിക്കണം. പ്രവാചകരെ, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, നിശ്ചയം അല്ലാഹു തആല ഭരമേൽപ്പിക്കുന്നവനെ ഇഷ്ടപ്പെടുന്നവനാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് പ്രവാചകരെ അങ്ങേക്ക് അവരോട് സൗമ്യമായിട്ട് പെരുമാറാൻ കഴിയുന്നത്. റസൂലുള്ളാഹിന്റെ കാരുണ്യം ധീരത കലർന്നതാണ്. ധീരത കലർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം അത് പ്രത്യേകം നാം എടുത്തെടുത്ത് വായിക്കേണ്ടതാണ്. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. ഒരു അഅറാബി വിശ്രമിക്കുന്ന റസൂലിനെ കാണുകയും ഇത് പ്രവാചകന്റെ കഥ കഴിക്കാൻ, ഇത് മുഹമ്മദിന്റെ കഥ കഴിക്കാൻ നല്ല ഒരു സന്ദർഭമാണ്, ഒരു അസുലഭ മുഹൂർത്തമാണെന്ന് അഅറാബി മനസ്സിലാക്കി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഒരു വാള് കൂടെ കൊണ്ട് നടക്കും. അത് അവരുടെ ഒരു പതിവ് ശൈലിയാണ്. പ്രവാചകനും പലപ്പോഴും അങ്ങനെ ഒരു വാള് കൊണ്ട് നടക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുമ്പോ തന്റെ വാളൊരു മരക്കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുദ്ധം കഴിഞ്ഞ് വരികയുമാവാം. ആ ചരിത്രം ഏതെന്ന് പ്രത്യേകം പറയുന്നില്ല. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാള് മരക്കൊമ്പിൽ തൂക്കിയിട്ടുകൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ഇത് മുഹമ്മദിന്റെ കഥ കഴിക്കാൻ വലിയൊരു സന്ദർഭമാണെന്ന് മനസ്സിലാക്കിയ അഅറാബി റസൂലുള്ളാഹിന്റെ വാളെടുത്തു. പ്രവാചകൻ കണ്ണ് തുറന്ന് നോക്കുമ്പോ ഈ കാട്ടറബി വാള് പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മുഹമ്മദ്, മുഹമ്മദേ, ഈ വാളിൽ നിന്ന് ആരാണ് നിന്നെ രക്ഷപ്പെടുത്തുക? ആർക്കാണ് തടയാൻ കഴിയുക? എന്റെ കയ്യിലാണ് ആയുധമുള്ളത്, ഞാൻ നിന്നെ ശരിപ്പെടുത്താൻ പോവുകയാണ്, ആർക്ക് തടയാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധീരതയോടെ പറഞ്ഞു, അല്ലാഹു തആലാക്ക് കഴിയും, അല്ലാഹു തആലാക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയും, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും. ആ ധീരതയ്ക്ക് മുമ്പിൽ അഅറാബി വിറച്ചു പോവുകയും അഅറാബിയുടെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീഴുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാളെടുത്തുകൊണ്ട് ചോദിച്ചു, മയ്യംനഉക മിന്നി, അല്ല മനുഷ്യ, എന്നിൽ നിന്ന് ആരാണ് നിന്നെ രക്ഷപ്പെടുത്തുക? അഅറാബി പറഞ്ഞു, മുഹമ്മദേ, നീ എന്നെ പോലെയാവാൻ പാടില്ല. കുൻ ഖൈറൻ മിന്നി യാ മുഹമ്മദ്, മുഹമ്മദേ, നീ എന്നെക്കാൾ ഉത്തമനാവണം, നീ എന്നെ വെറുതെ വിടണം. വാഹിദുക അല്ലാ ഉഖാതിലക വലാ അകൂനു മഅ ഖൗമി യുഖാതിലൂനക, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, നീ എന്നെ വെറുതെ വിട്ടാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നോട് യുദ്ധം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എന്ന് മാത്രമല്ല, നിന്നോട് യുദ്ധം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വെറുതെ വിട്ടു. ഒരു ഉപാധിയുമില്ലാതെ അയാളെ വെറുതെ വിട്ടു. വിമോചിതനായതിനു ശേഷം അയാൾ തന്റെ ജനതയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ജിഅ്തുകും മിൻ ഖൈറിൻ നാസ്, ജനങ്ങളിൽ ഉത്തമനായ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. സഹോദരങ്ങളെ, എന്താണ് ഈ സംഭവം നമ്മോട് പറയുന്നത്? കാരുണ്യമാണ് പ്രവാചകൻ. വേണമെങ്കിൽ ആ അഅറാബിയെ പ്രവാചകന് വകവരുത്താമായിരുന്നു. പക്ഷേ പ്രവാചകന്റെ വിശേഷണം ധീരത കലർന്ന കാരുണ്യം എന്നുള്ളതാണ്. വിശ്വാസിയുടെ കാരുണ്യം ധീരത കലർന്ന കാരുണ്യമാവണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട്ടുവീഴ്ചയ്ക്ക് ഒന്നും രണ്ടും ഉദാഹരണങ്ങളല്ല, എത്രയോ ഉദാഹരണങ്ങൾ. റസൂലുള്ളാഹിയുടെ വിട്ടുവീഴ്ച പറയാൻ വേണ്ടി മാത്രം ചരിത്രത്തിൽ വലിയ കൃതികളുണ്ട്. അതല്ലെങ്കിൽ ചരിത്രകൃതികളിൽ വലിയ ഭാഗങ്ങൾ, വോല്യങ്ങൾ അവരെഴുതി വെച്ചിട്ടുണ്ട്, മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സഹോദരങ്ങളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി മദീനയിൽ ചുറ്റിക്കറങ്ങുകയായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് സുമാമത്ത് ബിൻ ഉസാൽ എന്നായിരുന്നു.
സുമാമത്ത് ബിൻ ഉസാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി മദീനയിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. സംശയ സാഹചര്യത്തിൽ സ്വഹാബിമാരെ സ്ക്വാഡ് നടത്തുന്ന സ്വഹാബിമാർ അയാളെ പിടികൂടുകയും അയാളെ ബന്ദിയാക്കി മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീടാണ് ഈ മനുഷ്യൻ യമാമക്കാരുടെ രാജാവായ ഭരണാധികാരിയായ സുമാമയാണെന്ന് അവർ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ഈ മനുഷ്യൻ പ്രവാചകനെ ചതിയിലൂടെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചാണ് മദീനയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ പിടികൂടി മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്നു. 4 ദിവസം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവരുടെ കൂടെ അദ്ദേഹം താമസിച്ചു എന്നുള്ളതാണ്. പക്ഷേ ബന്ധനസ്ഥനായിരുന്നു അദ്ദേഹം. ഓരോ ദിവസവും കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമത്ത് ബിൻ ഉസാലിനോട് അദ്ദേഹത്തിന്റെ വിശേഷം തിരക്കുന്നുണ്ട്. വിശേഷം തിരക്കുമ്പോൾ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയും അദ്ദേഹത്തിനില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹിനെ കാണുമ്പോൾ അദ്ദേഹം പറയും, മുഹമ്മദേ, മാപ്പ് നൽകുകയാണെങ്കിൽ ഞാൻ താങ്കളോട് ജീവിതകാലം മുഴുവൻ കടപ്പെടുന്ന മനുഷ്യനായിരിക്കും. പക്ഷേ താങ്കൾ എന്നെ വധിക്കുകയാണെങ്കിൽ ഞാൻ വധശിക്ഷക്കർഹനുമാണ്. എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ വധശിക്ഷക്കർഹനാണ്. പക്ഷേ എനിക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങയോട് കടപ്പെട്ടയാളായിരിക്കുമെന്നാണ് സുമാമത്ത് ബിൻ ഉസാൽ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. പലർക്കും എന്നതുപോലെ യാതൊരു ഉപാധിയുമില്ലാതെ യാതൊരു ബദലും ഡിമാൻഡുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമത്ത് ബിൻ ഉസാലിനും മാപ്പ് നൽകി എന്നുള്ളതാണ്. തൊട്ടടുത്തൊരു ഈത്തപ്പനത്തോപ്പുണ്ട്. ആ ഈത്തപ്പനത്തോപ്പിലെ ഒരു കുളത്തിൽ പോയി കുളിച്ചു വന്നു അദ്ദേഹം. വൃത്തിയായി വന്നതിന് ശേഷം സുമാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഷഹാദത്ത് ഉച്ചരിച്ച് ഇസ്ലാം സ്വീകരിച്ചുവെന്നാണ് ചരിത്രം. സഹോദരങ്ങളെ, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം സുമാമത്ത് ബിൻ ഉസാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ചില വാക്കുകളുണ്ട്. അല്ലാഹുവിന്റെ ദൂതരെ, എന്നേ വരെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മുഖം അങ്ങയുടെ മുഖമായിരുന്നു, താങ്കളുടെ മുഖമായിരുന്നു എന്നേ വരെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മുഖം. പക്ഷേ ഇന്ന് ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങയുടെ മുഖവും താങ്കളുടെ സാന്നിധ്യവുമാണ്. അങ്ങയോടാണ് എനിക്ക് ലോകത്ത് ഏറ്റവും വലിയ പ്രിയമുള്ളത്. ഇന്നേ വരെ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട നാട് മദീനയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടെന്ന് പറയുന്നതും മദീന തന്നെയാണ്. മക്കക്കാർക്ക് ഭക്ഷണം എത്തിക്കുന്ന രാജാവായിരുന്നു യമാമയിലെ ഭരണാധികാരിയായിരുന്ന സുമാമ. മദീനയിൽ നിന്നും യമാമയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട്. യമാമയിലെത്തിയപ്പോ അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രഖ്യാപനം, വല്ലദീ നഫ്സു സുമാമത്തും ബിയദിഹി ലാ യഅതീകും ഹബ്ബത്തും മിൻ യമാമ ഇല്ലാ ബിഇദ്നി റസൂൽ. മക്കക്കാരോടായിട്ട് അദ്ദേഹം പറയുകയാണ്, സുമാമയുടെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇനി നിങ്ങൾക്ക് യമാമ എന്ന് പറയുന്ന എന്റെ രാജ്യത്തിൽ നിന്ന്, മക്കക്കാരോട് പറയാൻ, ഇനി നിങ്ങൾക്ക് യമാമ എന്ന് പറയുന്ന എന്റെ രാജ്യത്തിൽ നിന്ന് ഒരു മണി ധാന്യം പോലും ലഭിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞു. പ്രവാചകൻ സുമാമയ്ക്ക് കത്തെഴുതി, സുമാമ അത് പാടില്ല, ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ തടയാൻ പാടില്ല. റസൂലുള്ളാഹിനോട് എന്തെന്നില്ലാത്ത വിരോധമുണ്ടായിരുന്ന ആ ജനത, പ്രവാചകനെ സ്വന്തം നാട്ടിൽ നാട്ടിപ്പുറത്താക്കിയ ആ ജനതയെ ഒന്ന് പ്രയാസപ്പെടുത്താൻ വല്ലാത്തൊരു അസുലഭ മുഹൂർത്തം പ്രവാചകന്റെ കൈവശം കിട്ടിയപ്പോഴും പ്രവാചകൻ ചിന്തിച്ചത് അവരെ പട്ടിണിക്കിടാനല്ല. സുമാമ, പാടില്ല. താങ്കൾ എപ്രകാരമാണോ മക്കക്കാർക്ക് ധാന്യം അയച്ചു കൊടുത്തിരുന്നത്, അങ്ങയുടെ മാർക്കറ്റ് എപ്രകാരമാണോ മക്കക്കാർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെട്ടിരുന്നത്, അതുപോലെ ഇനിയും അങ്ങയുടെ മാർക്കറ്റ് തുറന്നു തന്നെ ഇരിക്കണം മക്കയുടെ മുമ്പിൽ. അതടഞ്ഞു പോവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട്ടുവീഴ്ചയുടെ കാരുണ്യത്തിന്റെ ഈ ഗുണം ലോകം പഠിക്കേണ്ടതാണ്. യുദ്ധക്കൊതിയനായ പ്രവാചകൻ എന്ന നിലക്കാണ് നവനാസ്തികരും ലിബറലിസ്റ്റുകളുമെല്ലാം എന്ന് പ്രവാചകൻ അവതരിപ്പിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ തിരുത്തണം. വിട്ടുവീഴ്ചയുടെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ പ്രവാചകൻ ആ അധ്യായത്തിൽ എത്രയോ കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. ഒരുപാട് കൃതികൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ
ലോകത്ത് പാരായണം ചെയ്യേണ്ടത്, അതാണ് ഈ കാലഘട്ടത്തിൽ ലോകത്ത് അറിയിക്കേണ്ടത്. ആ പെരുമാറ്റം ഖുർആന്റെ പരാവർത്തനമായിരുന്നു. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും തുല്യമാവുകയില്ല. യദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിക്കണം. ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, അങ്ങനെ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്ത മൈത്രീ ബന്ധം രൂപപ്പെടുന്നതാണ്. അതാണ് ഖുർആന്റെ പരാമർശം. ആ പരാമർശത്തിന്റെ ജീവിതം കൊണ്ടുള്ള പരാവർത്തനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. ആ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന സൽഗുണമുണ്ടല്ലോ. വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അളീം, അങ്ങേയറ്റം ക്ഷമയുള്ള മഹത്തായ ഭാഗ്യമുடைய ആളുകൾക്കല്ലാതെ ആ മഹത്തായ പെരുമാറ്റ രീതി ആർജിക്കുവാൻ സാധിക്കുകയില്ലെന്ന് ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സൽഗുണ സമ്പൂർണനാണ് പ്രവാചകൻ. അതുകൊണ്ടാണ് അള്ളാഹു തന്നെ പ്രവാചകന് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയത്. പലർക്കും പലയിടങ്ങളിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് ലഭിക്കും. നമുക്കൊക്കെ എവിടെ നിന്നാ സ്വഭാവ സർട്ടിഫിക്കറ്റ് ലഭിക്കുക? നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന്, നാം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അല്ലാഹുവാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിശ്ചയം പ്രവാചകരെ താങ്കൾ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആരാ പറഞ്ഞത്? അല്ലാഹു പറഞ്ഞതാണ്. അതിനെ വിശദീകരിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു ലിഉതുമ്മിമ മകാരിമൽ അഖ്ലാഖ്, നിശ്ചയം ഞാൻ നിയുക്തനായിട്ടുള്ളത് സൽ സ്വഭാവത്തിന്റെ ഉത്തമ ഗുണങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, റസൂലുള്ള വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആളുകൾക്ക് മാപ്പ് കൊടുക്കേണ്ടി വന്നത്, അതല്ലെങ്കിൽ പ്രവാചകൻ മാപ്പ് കൊടുത്തത് ഏത് ഘട്ടത്തിലാണ്? അവരോട് പ്രതികാരം ചെയ്യാൻ എല്ലാ അവസരങ്ങളും ഒത്തുവന്ന ഘട്ടത്തിൽ. അതാണ് മക്ക വിജയ ഘട്ടം എന്ന് പറയുന്നത്. വിജയശ്രീലാളിതനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ഘട്ടം. പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് റസൂലുള്ളാഹിനെ സ്വന്തം നാട്ടി പുറത്താക്കിയവരും പ്രവാചക ശിഷ്യന്മാരോട് അങ്ങേയറ്റത്തെ ദേഹോപദ്രവം ഏൽപ്പിച്ചവരും ഒരധികാരവും ശക്തിയുമില്ലാതെ പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കടിച്ചു തുപ്പിയ ഹിന്ദടക്കമുള്ള ആളുകൾ പ്രവാചകന്റെ മുമ്പിൽ അധികാരവും ശക്തിയുമില്ലാതെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. മക്ക വിജയ ഘട്ടമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ശിരസ്സുകളെല്ലാം ഭൂമിയിൽ വീഴും. പക്ഷേ ഒറ്റ ശ്വാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഇദ്ഹബൂ അൻതുമുത് തുലഖാ, നിങ്ങളെല്ലാവരും പോകണേ, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, ആരോടും പ്രതികാരമില്ല. അൽ യൗമ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിന്റെ ദിനമാണ്. കൂട്ടത്തിൽ ആരോ പറഞ്ഞു അൽ യൗമ യൗമുൽ മൽഹമ, ഇത് മക്കക്കാരോടുള്ള പ്രതികാരത്തിന്റെ ദിനമാണ്. റസൂലുള്ള തിരുത്തി പറഞ്ഞു, അല്ല, അൽ യൗമ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിന്റെ ദിനമാണ്. ഇത് കഅബാലയത്തിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്ന ദിനം. ഇതാ കാരുണ്യത്തിന്റെ ദിനം പിറന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽഗുണമാണത്. പ്രവാചകന്റെ വിട്ടുവീഴ്ച എന്ന് പറയുന്ന ലോകം പഠിക്കേണ്ടുന്ന സൽഗുണമാണ്. സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ മാസമാണെന്നത് പോലെ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു ദിനത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ചരിത്രവും ജീവിതവുമെല്ലാം ധാരാളമായിട്ട് അയവിറക്കുന്ന സന്ദർഭം. അനുകമ്പ ദശകത്തിൽ ശ്രീനാരായണ ഗുരു പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ശീർഷകമെന്ന് പറയുന്നത്. എന്താ ഗുരു പറഞ്ഞത്? കരുണാവാൻ നബി, മണിമുത്തുരത്നമോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവങ്ങളെ പഠിച്ച് കൃത്യമായി
വിലയിരുത്തിയതിനു ശേഷം നവോത്ഥാന നായകനും ചരിത്ര പുരുഷനുമായ ഗുരു പറഞ്ഞു, കരുണാവാൻ നബി, മണിമുത്ത് രത്നമോ. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസപരമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രവാചകനും ഗുരുവുമെല്ലാം ഉയർത്തിപ്പിടിച്ചത് മനുഷ്യ സാഹോദര്യം എന്ന ആശയമാണ്. മനുഷ്യരെല്ലാവരും ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണെന്ന ആശയമാണ്. ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലി അഹ്മറ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അഹ്മറ ഇല്ലാ ബിത്തഖ്വ. ഒരു അറബിക്കും അനറബിയേക്കാൾ യാതൊരു മഹത്വവുമില്ലെന്ന് അറബിയായ പ്രവാചകൻ പറഞ്ഞു. ഒരു അനറബിക്കും അറബിയേക്കാൾ യാതൊരു മഹത്വവുമില്ല. ഒരു ചുവന്നവനും കറുത്തവനേക്കാളോ ഒരു കറുത്തവനും ചുവന്നവനേക്കാളോ യാതൊരു മഹത്വവുമില്ല. മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡമെന്ന് പറയുന്നത് അള്ളാഹുവോടുള്ള അവരുടെ സമീപനം എപ്രകാരമാണോ അയാളുടെ തഖ്വയനുസരിച്ചാണ്. മനുഷ്യർ ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണെന്ന ഈ ആശയം തന്നെയാണ് ഗുരുവും ലോകത്തോട് പറഞ്ഞത്. ജാതിഭേദം, മതദ്വേഷം ഏതുമല്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. പ്രവാചക ദൗത്യമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ മറ്റൊരു കാര്യം, എന്തിനാണ് ഈ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്? മനുഷ്യരെ വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള ഭാരങ്ങളെയും വിലങ്ങുകളെയും അവരിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടി നിയുക്തനായ പ്രവാചകനാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉച്ചനീചത്വങ്ങൾ, തൊട്ടുകൂടായ്മ, അതുപോലെ വിവേചനങ്ങൾ, ജാതി വിവേചനങ്ങൾ, തീണ്ടൽ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുവും മനുഷ്യരുടെ ചെങ്ങലകൾ അഴിക്കുകയും മനുഷ്യ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരും സ്വതന്ത്രരാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയുമായിരുന്നു. സമാനതകൾ കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. വ്യത്യാസങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സമാനതകൾ മനസ്സിലാക്കാനുള്ള ശ്രമവും നമ്മിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. വായിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഖുർആൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമായത്. അൽ ഹിക്മത്തു ദാല്ലത്തുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ധനമാണ് വിജ്ഞാനം. അതുകൊണ്ട് വിജ്ഞാനം നേടാൻ നിങ്ങൾ പണിയെടുക്കണേ എന്നാണ് പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചതെങ്കിൽ സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന വലിയൊരാശയം ഗുരുവും ലോകത്തിന് പകർന്നു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ഷേത്രങ്ങളെക്കാൾ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കാണെന്നും ശ്രീനാരായണ ഗുരു വ്യക്തമാക്കി. സഹോദരങ്ങളെ, പ്രവാചക വഴിയും പരിഷ്കർത്താക്കളുടെ വഴിയും അത് രണ്ടും നവോത്ഥാനത്തിന്റെ വഴിയായിരുന്നു. ഈ രണ്ട് വഴികളും ഏറെ ചേർച്ചയുള്ള വഴികളാണ്. വിശ്വാസ ദർശനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന മൗലികമായ ആശയം അംഗീകരിച്ചുകൊണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടും ലോകത്തോട് നമ്മൾ ഈ ആശയം പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. മനുഷ്യരെല്ലാവരെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന നിലയ്ക്ക് ഈ നവോത്ഥാന നായകരെയെല്ലാം ഒരുമിച്ച് പഠിക്കാൻ നമുക്ക് സാധ്യമാവണം. മഹാത്മാ അയ്യങ്കാളി പോരാടിയതും സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയായിരുന്നു എന്നുള്ളതാണ്. വില്ലുവണ്ടി സമരം നടത്തിക്കൊണ്ട് അധസ്ഥിത വിഭാഗങ്ങളുടെ ആത്മാഭിമാനം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തന്നില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ ഞങ്ങൾ പണിയെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു കർഷക സമരം അദ്ദേഹം നയിച്ചു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ചരിത്രപരമായ ഒരു കർഷക സമരത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. അധസ്ഥിത വിഭാഗങ്ങൾക്ക് പൊതുവഴികളിലൂടെ നടക്കാനോ വാഹനങ്ങളിൽ സഞ്ചരിക്കാനോ അനുവാദമില്ലാത്ത കാലത്താണ് വിപ്ലവകരമായ വിമോചനപരമായ ഇത്തരം ആഹ്വാനങ്ങളും സമരങ്ങളും എല്ലാം ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന എല്ലാ ആശയങ്ങളുടെയും പരിസരത്തിൽ നിന്നുകൊണ്ടാണ് പ്രവാചകനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. ചില ആളുകളെങ്കിലും ചിന്തിക്കും, എന്തിനാണ് വെള്ളിയാഴ്ച മിമ്പറിൽ കയറിക്കൊണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഒക്കെ ജീവിതം പറയുന്നത്? സഹോദരങ്ങളെ, നമ്മൾ പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ടതും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന എല്ലാ ആശയങ്ങളുടെയും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ്. അതിൽ നമുക്കൊരു സമീപനമുണ്ട്. ആ സമീപനം ഖുർആൻ വ്യക്തമാക്കിയതാണ്. നന്മയുടെയും പുണ്യത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നാൽ തിന്മയുടെ കാര്യത്തിൽ, കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ, ശത്രുതയുടെ കാര്യത്തിൽ, തെറ്റായ കാര്യങ്ങളിൽ നിങ്ങൾ
ആരോടും സഹകരിക്കരുത്. അതാണ് ഖുർആന്റെ നിലപാടെന്ന് പറയുന്നത്. വിശാലമായ നിലപാടാണത്. നന്മയുടെ കാര്യത്തിൽ, പുണ്യത്തിന്റെ കാര്യത്തിൽ എല്ലാവരോടും സഹകരിക്കുക. എന്നാൽ തെറ്റിൽ, അതല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ, ശത്രുതയിൽ ഒരാളോടും സഹകരിക്കാതിരിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ വിശാലമായ സമീപനം എന്ന് പറയുന്നത്. മറ്റൊരു വചനത്തിലൂടെ അല്ലാഹു പറയുന്നത്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമൂഹമാണ് നിങ്ങൾ. ഖൈറ ഉമ്മത്താണ് നിങ്ങൾ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഉത്തമ സമൂഹമാണ് നിങ്ങളെന്ന ഖുർആൻ പറയുന്നത്. പക്ഷേ നമുക്ക് എത്രത്തോളം ഉത്തമ സമുദായമായി മാറാൻ കഴിയുന്നു എന്നതും വലിയൊരു ചോദ്യചിഹ്നമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട ഒരു രംഗമുണ്ട്. 2 മസ്ജിദുകളിൽ നടന്ന സംഘർഷമാണ് ഈ അടുത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ വൈറലായ വീഡിയോകളിൽ 2 എണ്ണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, എന്തായിരുന്നു ആ സംഘർഷത്തിന്റെ കാരണം നമുക്കറിഞ്ഞുകൂടാ. കേട്ടതനുസരിച്ച് ഒരു കാരണം, റബീഉൽ അവ്വൽ പരിപാടികൾക്ക് ആര് നേതൃത്വം കൊടുക്കണം, ഏത് ഇമാം നേതൃത്വം കൊടുക്കണം എന്നതിലെ തർക്കമായിരുന്നു, എന്നതിലെ വാശിയായിരുന്നു. സഹോദരങ്ങളെ, ആത്യന്തികമായ ഗ്രൂപ്പിസമാണ് ഈ സമുദായത്തിനകത്ത് നിലനിൽക്കുന്ന ഗ്രൂപ്പിസമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളതാണ് സഹോദരങ്ങളെ. അവസാനം പോലീസുകാര് അവരുടെ ബൂട്ടിട്ടുകൊണ്ട് പള്ളിക്കകത്തേക്ക് കയറി എന്നതാണ് ഇവിടെ ചർച്ചയാവുന്നത്. പക്ഷെ അത് മാത്രമാണോ ചർച്ച ചെയ്യേണ്ടത്? പള്ളിക്കകത്ത് കോലാഹലമുണ്ടാക്കുന്ന ഈ വിഭാഗക്കാർ, പള്ളിക്കകത്ത് സംഘർഷമുണ്ടാക്കുന്ന വിശ്വാസികൾ എന്ന പേരിൽ നിലനിൽക്കുന്നവരുണ്ടല്ലോ, യഥാർത്ഥ വിശ്വാസികൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ല അത്. അനാവശ്യമായ വാദകോലാഹലങ്ങൾ അതെന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും അത് ഉണ്ടാക്കേണ്ടുന്ന സ്ഥലമല്ലല്ലോ നമ്മുടെ പള്ളികൾ എന്ന് പറയുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ. ഒരു വശത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ചങ്കാണ്, കരളാണ് എന്നെല്ലാം പറഞ്ഞ് പ്രവാചകനെ പറ്റി പാടിയും പ്രസംഗിച്ചും നമ്മൾ നടക്കുമ്പോഴും ആ പ്രവാചകൻ പറയുന്ന ഐക്യത്തെ സംബന്ധിച്ച്, ആ പ്രവാചകൻ പറയുന്ന അച്ചടക്കത്തെ സംബന്ധിച്ച് നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. മറുവശത്ത് ആ പ്രവാചകൻ പഠിപ്പിച്ച ഐക്യവും അച്ചടക്കവും ഇല്ലാത്ത ഒരു സമുദായമായി നാം മതപ്പതിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഖുർആൻ റസൂലുള്ളാഹിന്റെ യഥാർത്ഥ അനുയായികൾക്ക് ധാരാളം വിശേഷണങ്ങൾ നൽകുന്നിടത്ത് പറഞ്ഞ ഒരു വിശേഷണം റുഹമാ ബൈനഹും, അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിക്കുന്നവരാണ്. കരുണാവാൻ നബി എന്ന തലവാചകത്തിലാണ് നാം പ്രസംഗിക്കുന്നത്. വിശ്വാസികളുടെ വിശേഷണം എന്താണ്? റുഹമാ ബൈനഹും, അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിക്കുന്നവരുമാണ്. ഐക്യമാണ് സഹോദരങ്ങളെ, കൂട്ടായ്മയാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഐക്യത്തിലും കെട്ടുറപ്പിലും വിള്ളലുണ്ടാക്കരുതെന്നാണ് ഖലീഫത്തുർ റസൂൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. ഈ ഉമ്മത്തിന്റെ ശക്തി അതിന്റെ കൂട്ടായ്മയാണ്. ഈ ഉമ്മത്തിന്റെ ശക്തി അതിന്റെ ഐക്യമാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു മാത്രമല്ല, അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കണേ. നമ്മൾ എത്രയോ തവണ പറയാറുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, ഐക്യത്തിലൂടെയല്ലാതെ, സംഘബോധത്തിലൂടെയല്ലാതെ ഇസ്ലാമില്ല. സംഘബോധത്തിലൂടെയല്ലാതെ ഇസ്ലാമില്ല, കൂട്ടായ്മയിലൂടെയല്ലാതെ ഇസ്ലാമില്ല. വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ, എന്നാൽ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു നേതൃത്വത്തിലൂടെയല്ലാതെ ഉണ്ടാവുകയില്ല. വലാ ഇമാറത ഇല്ലാ ബിൽ ഇത്വാഅ, എന്നാൽ നേതൃത്വം അനുസരണത്തിലൂടെയല്ലാതെ ഉണ്ടാവുകയില്ല. കൂട്ടായ്മയും ഐക്യബോധവും നഷ്ടപ്പെടുന്ന ഒരു കാലമായി പുതിയ കാലം ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചകങ്ങളാണ് ഈ പള്ളികളിൽ നടക്കുന്ന സംഘർഷങ്ങളും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോകളും എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, സംഘബോധവും അച്ചടക്കവും അനുസരണയുമെല്ലാം തിരിച്ചുപിടിക്കാൻ ഈ ഉമ്മത്തിന് സാധ്യമാവേണ്ടതുണ്ട്. അത് തിരിച്ചുപിടിക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകൾ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.